ഹലോ ഗായ്സ്. അപ്പം ഗായ്സ് ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഒരു സൂയിലോട്ടാണ്. ഇപ്പോൾ ഇവിടെ സവാരി പാർക്ക് സൂ പോലെ സെറ്റപ്പ് കാട്ടിലുള്ളത് പോലെ. ഞങ്ങളിപ്പം അതിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. എത്തി. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ലൈക്ക് ഞാൻ കാണിച്ചുതരാം. ഇതാണ് സൈഡ് ഇറങ്ങിക്കുവാണ്. ഞാൻ ഇങ്ങനെ നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണം. സൈഡ് വ്യൂ ഒക്കെ അത് വാള് വെച്ചിട്ട് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ കാണിച്ചത്. അവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ മൃഗത്തെ കൊണ്ട് മാനാൻ തോന്നുന്നു. ഞങ്ങളവിടെ ഒരു ഇത് കണ്ട് എന്താ കാട്ടമൃഗം അവിടെ സൈഡ് വ്യൂ ഇതാണ് ഗൈസ്. രണ്ടെണ്ണം ഉണ്ട്. അവിടെ സ്റ്റഫ് മറ്റേത് പറഞ്ഞ പുറത്തോട്ട് പോയി. ഗൈസ് നമുക്കവിടെ സീബ്ര കാണാം. അവിടെ ഉണ്ട് വേറൊരു അവിടെ ഉണ്ട്. ആൻഡ് ഇവിടുന്ന് അതവിടെ മൂന്നാമത്തെ അവിടെ ഉണ്ട്. അങ്ങനെ 3 ഇവിടെ. ഇപ്പോൾ അവിടെ വണ്ടി ഒന്ന് കവർ ചെയ്തിട്ട് അവിടെ കുറെ പുക വരുന്നത്. നമ്മളങ്ങോട്ട് ഇച്ചിരി ക്ലോസറായിട്ട് പോവാണ്. അപ്പോൾ ഗൈസ് നമ്മളൊരു മാന പോലത്തെ സാധനം കണ്ടുപിടിച്ച് നോക്ക്. കേഴാന്ന് പറഞ്ഞൊരു പേര്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണം ഗൈസ്. പശു നമ്മൾ വിശ്വസിക്കുന്നു ഗൈസ്. അപ്പം ഗൈസ് ഇവിടെ വേറൊന്നുണ്ട്. കുറയ്ക്കാം. അങ്ങ് താഴെ നിന്ന് ഇപ്പം ഇവിടെ എത്തി. എല്ലാവരും ഫുൾ ഫാമിലി ഉണ്ട്. റൈനോടെ ഫുൾ ഫാമിലി അവിടെ ഉണ്ട്. അവരുടെ ലീവിങ് സ്ഥലം അവിടെ രണ്ടുപേരും ഇപ്പം അവരിങ്ങോട്ട് വന്നെന്ന് തോന്നുന്നു. നമ്മൾ ആ താഴത്ത് കണ്ട സ്ഥലത്ത് വേറെ ആണ് തോന്നുന്നു. മേ ബി ചിലപ്പോൾ നമുക്ക് 3 പേരെ കാണാം. നാലാമത്തെ ഒരാൾ അവിടെ ഉണ്ട് ഗൈസ്.
ഞാൻ കണ്ടുപിടിച്ചു. ഓ ഗൈസ് 4 പേരുണ്ട്. ബോഡി വലിയ കൊമ്പാണ് ഗൈസ്. എനിക്കൊന്ന് ഇവനാണ് മെയിൻ ആളെന്ന്. വലിയൊരു അടിപൊളി കൊമ്പാണ്. നമ്മൾ നോക്കുന്നുണ്ട് ഗൈസ്. ഫയർ എഞ്ചിനൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് ഗൈസ്. എമർജൻസി അടിച്ചു കൂട്ടം. ഇതാണ് അവിടെ താമസിക്കുക. അവിടെയൊക്കെ വെള്ളവും ചെളിയൊക്കെ ആയിട്ട് സെറ്റപ്പാണ്. ഇതാണ് അവർ താമസിക്കുന്ന സ്ഥലം. അവിടെ തീ പിടിച്ചു ഗൈസ്. നല്ല കറുത്ത പുകയാണ്. ഫയർ എഞ്ചിൻ അതായി അവിടെ നമ്മൾ കണ്ട ഫയർ എഞ്ചിനൊക്കെ വരുന്നുണ്ട്. മാറ അവിടെ മതികുടികൾ അവിടെ ആ വഴി പോകുന്നുണ്ട്. അവിടത്തെ സ്റ്റില് പോയി കുടിക്കുന്നത്. വെയിറ്റ് ചെയ്ത് വരും ഫയർ ആയതുകൊണ്ട്. അവിടുത്തെ ഫയർ ഒക്കെ വന്നു. അന്നേരം ഇവിടെ അപ്പുറത്തെ ക്രോസ് ഇങ്ങോട്ട് വന്നു ഗൈസ്. നമ്മൾ കണ്ട 4 പേരോട്ടുണ്ട്. 5 വേണ്ടേ? ഇപ്പം അവർ 5 പേര് പായി. ഞാനിപ്പോൾ 6 പേര് ഗൈസ്. ഒരു വലിയ ഫാമിലി പോലെയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് സീവ അവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഗൈസ് അവിടെ ഞങ്ങൾ ജിറാഫിനെ കണ്ടുപിടിച്ചു ഗൈസ്. വലുതാണ് ഗൈസ്. അപ്പം അവിടെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നടുക്കൂടെ ഇങ്ങനെ വരാൻ പറ്റും വണ്ടി വരുന്ന പോലെ. ഇപ്പം എന്താ ജിറാഫ് 5-6 ഉണ്ട്. എലിഫൻറ്റ് ആന ഞങ്ങൾ ഇവിടെ കണ്ടായിരുന്നു. അപ്പോൾ കണ്ടുപിടിക്കാം. ഇത്ര അടുത്തൊരു ജിറാഫ് ആദ്യമായിട്ടാണ് കാണുന്നത് ലൈഫിൽ. ജസ്റ്റ് വണ്ടി പോകുന്നതിൻ്റെ ആഗ്രഹമുള്ളത്. ഗൈസ് അവിടെ വലിയ ബസ്സുണ്ട് ഗൈസ്. ബസ് അവിടെ വരുന്നുണ്ട്. ജിറാഫ് ഗൈസ് അവിടെ 2 ആനകളുണ്ട് ഗൈസ്. നമ്മൾ എലിഫനെ കണ്ടുപിടിച്ച് ഫൈനലി. ഗൈസ് നമ്മളിപ്പോൾ ഒട്ടാക പക്ഷിയെ കണ്ടുപിടിച്ചു ഗൈസ്. ഓസ്ട്രിച്ച്. അവിടെ വെള്ളം കണ്ട് പിന്നെ ഇവരുടെ അവിടെ ചെറുകണ്ടോ അടിപൊളി വലിയ കുളിക്കത്. പോന്നിട്ടുള്ളത് ഞാൻ സൂപ്പർ വയ്ക്കാം.
ഉറങ്ങുന്ന സമയമാണ് തോന്നുന്നു. ഉറങ്ങുന്നു മറ്റേനോടുണ്ട് വേറെ പ്രശ്നമാണ്. നമ്മളിപ്പം കണ്ടുപിടിച്ചു. കുറച്ചുകൂടെ തൊട്ടടുത്ത് കിട്ടി. അവിടെ വേറെ രണ്ടര ഉറങ്ങുന്നുണ്ട്. വണ്ടി വിളിക്കുന്നുണ്ട്. എൻ്റെ ക്യാമറയിൽ കൊള്ളുന്നുണ്ട്. ഗൈസ് അവിടെ കുറേ മാനുകളുണ്ട് ഗൈസ്. ഇത്രയും മാനുകളുണ്ട് ഗൈസ്. ഇവിടെ പിള്ളേർ സെറ്റ്, അവിടെ വലിയൊരു സെറ്റ്. ഞാൻ UK ആദ്യമായിട്ട് ഇത്രയും മൃഗങ്ങളെ കാണുന്നത് ഗൈസ്. തൊട്ടടുത്ത് ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാനൊരു ശബ്ദം എൻ്റെ പൊടി സ്കിൽസ് കേട്ടോ. ഹാപ്പി ഇതിവിടെ തൊട്ടടുത്ത് അതായത് വണ്ടിക്കാരുടെ ഇതിൽ കയറ്റി കണ്ടു ഗൈസ്. നമ്മളിപ്പം നമ്മള് കറങ്ങി ഇവിടെ എത്തി. കണ്ടോളൂ, അടിപൊളിയാണത്. അവിടെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റും ഗൈസ്. ഫ്രണ്ട് ചെയ്തുകൊണ്ട് പക്ഷെ കുറെ എക്സ്പെൻസീവ് ആയി മേ ബി. ഇപ്പൊ സൈഡിൽ കിട്ടിയില്ല ഗൈസ്. Any zebras? Maybe zebras? Giraffes, something like that? No? Yes? No? No? Okay. How many? 1 hour clock and 12:45. ഒരു മണിയാകുമ്പം ഇരുന്ന് അത്ര നമുക്ക് കഴിഞ്ഞില്ലേ സ്പീഡിൽ പോന്നിട്ടുണ്ട്. No exit. അങ്ങനെ അപ്ലോഡ് കഴിയും. എനിക്ക് ടോൾട്ടി എനിക്ക് ഒന്നും പോയാലോ. ആണ്ട് അവിടെ എന്തോ പാർക്ക്. ഐ തിങ്ക് ഗൈസ് ഇതാണ് തീർന്നു ഗൈസ്. അപ്പം തീരാറാൻ തോന്നുന്നു. ഐ തിങ്ക് തീർന്നു ഗൈസ്. അപ്പം പുതിയ വീഡിയോ വരെ ബൈ.